ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രില്ലിംഗ് എന്ന മെഷീൻ ടൂളുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിച്ചു വരാറുള്ള ഏതാനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രില്ലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ? ഓപ്ഷൻ എ ബെഞ്ച് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ, ഓപ്ഷൻ ബി പില്ലർ ടൈപ്പ് ഡ്രിൽ പ്രസ്, ഓപ്ഷൻ സി പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ, ഓപ്ഷൻ ഡി ഗ്യാങ് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ മാസ് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഗ്യാങ് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ് മാസ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാങ് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വർക്ക് സ്റ്റേഷനിൽ ഒന്നിൽ കൂടുതൽ ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ടാകും. ഈ ഓരോ ഡ്രില്ലിംഗ് മെഷീനിലും നമുക്ക് പല സൈസിലുള്ള ഡ്രിൽ ബിറ്റുകൾ യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് സൈസിലുള്ള ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഓരോ സീക്വൻസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാം. സപ്പോസ് നമുക്ക് ഒരു മെഷീനിൽ ഡ്രിൽ ബിറ്റ് വെച്ച് നമുക്ക് ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യാം. അടുത്ത മെഷീനിൽ നമുക്ക് റീമർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിൻ്റെ അടുത്ത മെഷീനിൽ നമുക്ക് കൗണ്ടർ സിങ്കിങ് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. കൗണ്ടർ ബോറിങ് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ടൂൾസ് സെറ്റ് ചെയ്തതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം അപ്പോൾ ഒരു സിംഗിൾ സ്റ്റേഷനിൽ തന്നെ ഇത്രയും മെഷീൻ ടൂൾസ് അല്ലെങ്കിൽ ഇത്രയും ഡ്രില്ലിംഗ് മെഷീൻസ് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ടോട്ടൽ മാനുഫാക്ചറിങ് ലീഡ് ടൈം, അതായത് നമ്മുടെ റോ മെറ്റീരിയലിനെ അതിൻ്റെ ഫിനിഷ്ഡ് പാർട്ടായിട്ട് മാറ്റാനുള്ള ലീഡ് ടൈം കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും മാസ് പ്രൊഡക്ഷന് സൂട്ടബിൾ ആയിട്ടുള്ളത് ഗ്യാങ് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഹെൽപ്സ് ടു ബ്രിങ് ഈച്ച് ഹോൾ ആക്യുറേറ്റ്ലി ബിലോ ദ ഡ്രില്ലിംഗ് സ്പിൻഡിൽ ആക്സിസ് 1/1 ഫോർ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ഇൻ എ പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ? അപ്പോൾ ഓപ്ഷൻ എ ബോക്സ് ടൈപ്പ് ടേബിൾ, ഓപ്ഷൻ ബി മെഷീൻ വൈസ്, ഓപ്ഷൻ സി പ്ലെയിൻ ടേബിൾ വിത്ത് T സ്ലോട്ട്സ്, ഓപ്ഷൻ ഡി കോമ്പൗണ്ട് ടേബിൾ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കോമ്പൗണ്ട് ടേബിൾ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനിൽ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഹോൾസിനെ പൊസിഷൻ ചെയ്ത് ഡ്രിൽ ചെയ്യാനായിട്ട് നമുക്ക് ഏത് ടൈപ്പ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ടേബിൾ ആണ്. ഈ കോമ്പൗണ്ട് ടേബിളിൻ്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്രോസ് വൈസ് മൂവ് ചെയ്യാനും ലോഞ്ചിറ്റ്യൂഡിൽ മൂവ് ചെയ്യാനുമുള്ള ഫീഡിനുള്ള പ്രൊവിഷൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് പീസിൽ ഏത് പൊസിഷനിലുള്ള ഹോൾസും നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്പിൻഡിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രിൽ ബിറ്റിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് നമുക്ക് പോയിന്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സെൻറ്റർ ചെയ്തതിന് ശേഷം ഡ്രില്ലിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ടേബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The cylindrical enlargement to a certain depth of a drilled hole to accommodate socket head screw is called? Option A counter boring, option B spot facing, option C counter sinking, ഓപ്ഷൻ ഡി റീമിങ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രീ ഡ്രിൽഡ് ഹോളിൽ ഒരു പർട്ടിക്കുലർ ഡെപ്ത് വരെ നമ്മൾ എൻലാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്തിനാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് സോക്കറ്റ് ഹെഡ് സ്ക്രൂ വന്ന് സീറ്റ് ചെയ്യാനായിട്ടാണ് എൻലാർജ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കൗണ്ടർ ബോറിംഗ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷനുകൾ ഏതാണ്? സ്പോട്ട് ഫേസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു സർഫസ് നമ്മുടെ ഹോളിൻ്റെ എൻഡിലുള്ള ആ സർഫസ് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്ത് അതിനെ ഒരു സർഫസ് ഫിനിഷ് ചെയ്തെടുക്കുന്ന ഒരു ജസ്റ്റ് പ്രോസസ്സ് മാത്രമാണ് സ്പോട്ട് ഫേസിങ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സ്ക്വയറിങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള പ്രോസസ്സ് മാത്രം ചെയ്യണം. നമ്മൾ ഇൻ ഡെപ്തിലേക്ക് നമ്മളത് ചെയ്യുന്നില്ല. ആ ഒരു ഫേസിൽ മാത്രമാണ് ചെയ്തു പോകുന്നത്. എൻഡ് ഫേസിൽ മാത്രമാണ്. കൗണ്ടർ സിങ്കിങ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കോണിക്കൽ എൻലാർജ്മെൻ്റ് ആണ് വരുന്നത്. കൗണ്ടർ സിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെറ്റ് സ്ക്രൂവിൻ്റെയൊക്കെ ഹെഡ് വന്നിട്ട് അല്ലെങ്കിൽ ക്യാപ് സ്ക്രൂവിൻ്റെയൊക്കെ ഹെഡ് വന്നിട്ട് കറക്റ്റായിട്ട് സീറ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു സ്ക്രൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രൊവിഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കൗണ്ടർ സിങ്കിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. റീമിങ് ഓപ്പറേഷനാണ് അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റീമിങ് ഓപ്പറേഷൻ എന്താണ്? നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹോളിനെ ഫിനിഷ് ചെയ്ത് അതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്ത് അതിന് റിക്വയർഡ് സർഫസ് ഫിനിഷിങ് കൊടുത്ത് അതിന് ഫിനിഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീമിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതിന് നമ്മുടെ റൈറ്റ് ആൻസർ കൗണ്ടർ ബോറിംഗ് ആണെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ A drift is used in drilling machine 2. Option A drawing a drill location, B indexing
chuck on spindle. Option C, removing the spindle from the machine spindle. Option D, removing the broken drill from the work. അപ്പോൾ ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ടൂൾ ഡ്രില്ലിംഗ് മെഷീൻ എന്തിനു വേണ്ടി ഏത് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്ന ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മെഷീൻ സ്പിൻഡിലിൽ നിന്നും നമുക്ക് ഡ്രിൽ ബിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമേജ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രിൽ ബിറ്റ്. അപ്പോൾ അതിൻ്റെ ടോപ്പ് എൻഡിൽ ടാങ്ക് എന്ന് പറയുന്ന പൊസിഷനുണ്ട്. ആ ടാങ്ക് എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മൾ സ്പിൻഡിലുമായിട്ട് ലോക്ക് ആയിട്ടിരിക്കുകയായിരിക്കും. അതിനെ നമ്മൾ ഈ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ടൂളിൻ്റെ സഹായത്തോടു കൂടി റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ടാങ്കിലേക്ക് നമ്മൾ ഡ്രിഫ്റ്റ് ഇൻസെർട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഹാമർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത് സ്പിൻഡിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നത് സ്പിൻഡിലിൽ നിന്നും നമുക്ക് ഡ്രിൽ ബിറ്റിനെ റിമൂവ് ചെയ്തെടുക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കട്ടിംഗ് സ്പീഡ് ഓഫ് HSS drill for drilling MS flat is option A 70 to 100 meter per minute, 35 to 50 meter per minute, option C 20 to 30 meter per minute, option D 5 to 8 meter per minute. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് MS ഫ്ലാറ്റിന് മൈൽഡ് സ്റ്റീലിൻ്റെ ഒരു ഫ്ലാറ്റ് പീസിനെ നമ്മൾ HSS ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഡ്രിൽ ചെയ്യുന്ന കണ്ടീഷനിൽ അതിൻ്റെ കട്ടിംഗ് സ്പീഡ് എത്ര വരെയാകാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 20 to 30 meter per minute ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. HSS ടൂൾ ഉപയോഗിച്ച്, അതായത് HSS ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് പലതരം മെറ്റീരിയൽസിനെ കട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ എത്ര വരെ നമുക്ക് കട്ടിംഗ് സ്പീഡ് ആകാം, അതേപോലെ തന്നെ HSS ഡ്രിൽ ബിറ്റ് യൂസ് ചെയ്യുന്ന കണ്ടീഷനിൽ ഡ്രിൽ ബിറ്റിൻ്റെ ഡയമീറ്റർ വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഫീഡ് റേറ്റ് എത്ര വരെയാകാം എന്നുള്ളതാണ് രണ്ടാമത്തെ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ടേബിളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അലൂമിനിയമാണ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 70 to 100 മീറ്റർ പെർ മിനിറ്റ് നമുക്ക് കട്ട് ചെയ്യാം. ബ്രാസ് ആണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 35 to 50 മീറ്റർ പെർ മിനിറ്റ് കട്ട് ചെയ്യാം. ബ്രോൺസ്, കോപ്പർ, അതിൻ്റെ എല്ലാത്തിനും റേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീൽ 20 to 30 മീറ്റർ പെർ മിനിറ്റിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ലോവസ്റ്റ് കട്ടിംഗ് സ്പീഡ് ചെയ്യുന്നത് ഹൈ ടെൻസൈൽ സ്റ്റീൽ അല്ല അലോയ് സ്റ്റീലിൽ കട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ നമുക്ക് നമ്മൾ കട്ടിംഗ് സ്പീഡ് വളരെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തെ ടേബിളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രില്ലിൻ്റെ ഡയമീറ്റർ HSSൻ്റെ ഡ്രിൽ ഡയമീറ്റർ വേരി ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഫീഡ് റേറ്റ് എത്ര വരെ കൊടുക്കുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 2.5 1 മുതൽ 2.5 മില്ലിമീറ്റർ വരെ ഡയമീറ്ററുള്ള ഡ്രിൽ ബിറ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 0.040 to 0.060 മില്ലിമീറ്റർ പെർ റെവല്യൂഷനായിരിക്കും നമ്മൾ ഫീഡ് റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ് ടു 25 വരെ. 25 ആണെന്നുണ്ടെങ്കിൽ 0.28 to 0.38 മില്ലിമീറ്റർ പെർ റെവല്യൂഷനാണ് നമ്മൾ ഫീഡ് റേറ്റ് കൊടുത്തിട്ട് കട്ട് ചെയ്യേണ്ടത്.